പുസ്തകം തുറന്നു വെച്ച് പരീക്ഷ എഴുതാൻ പറ്റുമോ? പറ്റില്ലെന്നാണ് ഉത്തരമെങ്കിൽ അങ്ങനെ പരീക്ഷ എഴുതാൻ പറ്റുന്ന ഒരു സ്കൂളുണ്ട് നെടുവാലൂരിൽ. എന്താണ് ഇതിനു പിന്നിലെ ഉദ്ദേശമെന്നല്ലേ കണ്ടുവരാം. പുസ്തകം തുറന്നു വെച്ച പരീക്ഷ എഴുതാം. കേൾക്കുമ്പോൾ അല്പം കൗതുകം തോന്നാം. ഒപ്പം എന്തിനാണ് പിന്നെ പരീക്ഷ എന്ന ചോദ്യവും. കുട്ടികളിലെ കുറഞ്ഞുവരുന്ന വായനാശീലം മെച്ചപ്പെടുത്താൻ നെടുവാലൂർ AUP സ്കൂൾ കഴിഞ്ഞ 3 വർഷമായി പിന്തുടരുന്ന പ്രത്യേക പഠനരീതിയാണ് ഓപ്പൺ ബുക്ക് എക്സാം. വെറും പുസ്തകം നോക്കി എഴുതൽ മാത്രമല്ല, ബാക്കി ടീച്ചർ തന്നെ പറയും. ഓപ്പൺ ബുക്ക് എക്സാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടികളിൽ സാധാരണ ഇപ്പോൾ വായനാശീലം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. വായന കുറഞ്ഞു വരുന്നതിന് ഓപ്പൺ ബുക്ക് എക്സാം എന്ന് പറഞ്ഞാൽ പുസ്തകം നോക്കി എഴുതുക എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. പുസ്തകം പരിചയമുള്ള കുട്ടികൾക്ക് മാത്രമേ ഓപ്പൺ ബുക്ക് എക്സാം നടത്താൻ പറ്റുള്ളൂ, എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ പുസ്തകങ്ങളിൽ നിന്ന് അവർക്ക് കണ്ടെത്തണമെങ്കിൽ ആ പുസ്തകം അവർക്ക് പരിചയം ഉണ്ടായിരിക്കണമല്ലോ. അതുകൂടാതെ കുട്ടികളുടെ ആപ്ലിക്കേഷൻ ലെവൽ വർദ്ധിപ്പിക്കുന്ന മറ്റു ചോദ്യങ്ങളും ഈ പരീക്ഷയിൽ നമ്മൾ നടത്താറുണ്ട്. കൂടാതെ കുട്ടികളെ വായന പ്രോത്സാഹിപ്പിക്കുന്ന പാരഗ്രാഫ് കൊടുത്ത് ഒരു 2 മിനിറ്റ് വായനയും ആ എക്സാമിൽ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. കുറേ വർഷങ്ങളായിട്ട് നമ്മൾ നടന്നു വരുന്നതാണ്. അത് LP ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലും ഓപ്പൺ ബുക്ക് എക്സാം നമ്മൾ നടന്നു വരുന്നുണ്ട്. നന്നായി പഠിക്കാൻ സഹായകരമാണെന്നും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഇതുവഴി ഉണ്ടാകുന്നതെന്നും ഏറെ സന്തോഷത്തോടെ കുട്ടികൾ പറയുന്നു. നല്ല ഇതാണ്, എക്സ്പീരിയൻസ് ആണ്. നമുക്ക് പഠിച്ചത് വരികയും ചെയ്യും. പഠിച്ചത് പലപ്പോഴും മറന്നു പോകാറുണ്ട്. ആ പഠിച്ചത് നമുക്ക് ഒന്നും കൂടി നോക്കിയിട്ടെങ്കിലും എഴുതാൻ കഴിയും. ചിലത് വരില്ല, എന്നാലും നമുക്ക് ഇതെല്ലാം കുറച്ചെങ്കിലും എഴുതാൻ കഴിയും ഓപ്പൺ എക്സാം. ഓപ്പൺ ബുക്ക് എക്സാം എന്നത് നല്ല സന്തോഷകരമായ ഒരിതാണ്. ഇത് പഠിച്ച് മറന്നുപോയ കാര്യങ്ങളെല്ലാം ഒന്നും കൂടി റെഫർ ചെയ്തെടുക്കാനും പറ്റും, എളുപ്പമാണ്. വ്യത്യസ്തമായ ആശയത്തിന് രക്ഷിതാക്കളുടെയും പൂർണ്ണ പിന്തുണയുണ്ട്. കാലം മാറിയതോടെ പഠന രീതികളും മാറി. മറ്റു സ്കൂളുകളിലും പരീക്ഷിക്കാവുന്ന വ്യത്യസ്ത പഠനരീതി കൂടിയാണ് നെടുവാലൂർ സ്കൂളിലെ ഓപ്പൺ ബുക്ക് എക്സാം. അമൽ രാമചന്ദ്രൻ, കണ്ണൂർ വിഷൻ.